ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. നമുക്കറിയാം, ഈ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഈ 5-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി പണ്ഡിതന്മാർ പ്രസംഗിച്ച ഒരു അധ്യായമാണ്. അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെ രോഗിയും യേശുവും തമ്മിലുള്ള ഒരു അഭിമുഖമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞത് വേറെ ഒരു ഭാഗത്ത് ആമേൻ സ്തോത്രം ഒരു സ്ത്രീ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ രോഗി പറയുകയാണ്, ആമേൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനാഥൻ. സ്തോത്രം. ആരുമില്ല. ഇന്ന് രാത്രി ഈ ശബ്ദം ആരുടെയൊക്കെ വായിന്ന് കേൾക്കാൻ ദൈവത്തിന് ഭയങ്കര ആകാംക്ഷയുണ്ട്. എനിക്കാരുമില്ല എന്ന് ആര് പറയുമോ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ആരുമില്ല എന്ന് പറഞ്ഞ കാര്യം? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെല്ലാവരും ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഈ രോഗിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ആമേൻ സ്തോത്രം, ഒത്തിരി ആമേൻ സ്നേഹിതന്മാർ എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഈ കുളം കലക്കുമ്പോൾ ഇവനെ ഈ കുളത്തിനകത്തെടുത്തിറക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുവരെ എല്ലാവരും ഉണ്ട് അവൻ്റെ. പക്ഷെ ഇവന് ആ സൗഖ്യത്തിലേക്ക് എത്തിക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എത്തിച്ചിരുന്നു എങ്കിൽ ഈ 38 വർഷം ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ. സ്തോത്രം. ശ്രദ്ധിക്കൂ, ഒത്തിരി ദൂതിലേക്ക്, ഒത്തിരി വചനത്തിലേക്ക് പോകേണ്ടതായിട്ട്. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മോശ അവിടെ പറയുന്ന ഒരു പദം നമ്മൾ ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. സ്തോത്രം. ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. നോയിക്കേ, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം എന്ത് ചെയ്യരുത്? മറിച്ച് കളയരുത് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട അവകാശം അവന് കിട്ടാതിരിക്കരുത്. സ്തോത്രം. പലപ്പോഴും അവകാശങ്ങൾ മറിച്ചു കളയുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നു, എവിടെയോ എന്തൊക്കെയോ അവൻ നടക്കുന്നു, നടകൊള്ളുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ആമേൻ. ആകാംക്ഷയോടെ ഇരിക്കുക. ഹൃദയങ്ങൾ ആരോടൊക്കെ പറയും എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ എനിക്കിപ്പോൾ ആരും ഇല്ലാത്തത് പോലെയാ. പ്രത്യക്ഷത്തിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഭർത്താവിന് ഭർത്താവും, ഭാര്യയ്ക്ക് ഭാര്യയും, മക്കൾക്ക് മക്കളുടെ സ്ഥാനത്ത് മക്കളും, അപ്പൻ്റെ സ്ഥാനത്ത് അപ്പനും, അമ്മയുടെ സ്ഥാനത്ത് അമ്മയും, സഹോദരന്റെ സ്ഥാനത്ത് സഹോദരനും, സഹോദരിയുടെ സ്ഥാനത്ത് സഹോദരിയും, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരുമില്ലാത്ത അനാഥകൾ ഇതിനകത്തിരിപ്പുണ്ട്. എങ്കിൽ എന്നേ കയറിപ്പോയനല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയോ ഈ മനുഷ്യന് ദൈവത്തോട് അല്ലെങ്കിൽ യേശുവിനോട് പറയാനുണ്ട്. ഓക്കെ. രോഗി അവനോട് യജമാനനെ അതിന് തൊട്ടു മുകളിൽ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ കിടക്കയെടുത്ത്, ആമേൻ സ്തോത്രം, അവിടെ എന്താ വായിക്കുന്നത്? അവൻ കിടന്നെടുത്ത് യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഏറെ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കാലമായിരുന്നു എന്നറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുറേ വർഷം കൊണ്ട് അവിടെ കിടക്കുക. ഇതുവരയ്ക്കും അവന് വിശേഷം അന്വേഷിക്കാനോ ആമേൻ അവൻ എങ്ങനെ ആയിരിക്കുന്നെന്നോ വരാൻ ആരുമില്ല. ശ്രദ്ധിക്കണം. യവന് വിടുതൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു കൂട്ടം പേർ അവിടെ എണീറ്റു. ഇന്ന് രാത്രി നിന്റെ ഈ കഷ്ടതയിൽ നിന്നെ ഒന്ന് താങ്ങാൻ, പട്ടിണിയിരിക്കും കാണാൻ, നിനക്ക് ആമേൻ സ്തോത്രം വസ്ത്രമില്ലാതിരിക്കുമ്പോൾ ഒന്ന് വാങ്ങിത്തന്ന് ഉടുപ്പിക്കാൻ, സ്തോത്രം, നിനക്കൊരാവശ്യം വരുമ്പോൾ കൂടെ ഇരിക്കാൻ, ആരുമില്ലാതിരിക്കുമ്പോൾ ഒരു വിടുതൽ കിട്ടിയെന്നറിയുമ്പോൾ
ജനം ടാക്സി പിടിച്ചു വരും. ശ്രദ്ധിച്ചോളണം, ജനം ടാക്സി പിടിച്ചു വരും. ജിനീഷ് ബ്രദറെ, ഈ ഇരിപ്പൊക്കെ മാറി കുറച്ച് വിശാലതയിലേക്ക് വരുമ്പോഴേ ടാക്സി പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ വരും. കാരണം വന്നാൽ കിട്ടുമെന്നറിയാം. സ്തോത്രം. എന്നാൽ ഇപ്പൊ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. പക്ഷേ എല്ലാം ഉണ്ടായിരിക്കുമ്പോ സ്തോത്രം എല്ലാവരും വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു. ഇവിടെ നോക്കിക്കേ, ഈ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ രോഗിയും ദൈവവുമായിട്ട്, യേശുവുമായിട്ടൊരു ബന്ധം നോക്കിക്കേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്യം അത്. എനിക്ക് ആരുമില്ല. പലപ്പോഴും ദൈവത്തോട് പറയാൻ പറ്റുമോ, എനിക്ക് ആരുമില്ല കർത്താവേ, എന്നെ ഒന്ന് കൈത്താങ്ങാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ മുഖത്തെ സൗന്ദര്യം മാറുമ്പോ തള്ളിക്കളയുന്ന ദൈവമല്ല ഇത്. നിന്റെ ശരീരം ക്ഷയിച്ചു പോകുമ്പോ മാറ്റി നിർത്തുന്ന ദൈവമല്ല ഇത്. നിന്റെ വീട് ചോർന്നൊലിക്കുമ്പോ കാണാതെ പോകുന്നവനല്ല. നിന്റെ കവിൾത്തടത്തിൽ കൂടെ കണ്ണീരൊഴുകുമ്പോൾ മാറ്റി നിർത്തുന്നവനല്ല. നീ രോഗിയായിരിക്കുമ്പോ ഇനിയില്ല എന്ന് പലരും പറയുമ്പോഴും നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇനി അങ്ങോട്ട് പോകേണ്ട, തീർന്നു എന്ന് പറയുമ്പോ ആ ശബ്ദം കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീർന്നെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ലടാ, നിന്നിൽ ഞാൻ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന സകല ആലോചനകളും നിവർത്തീകരിച്ച ശേഷമേ നിനക്ക് ഈ ഭൂവരപ്പിന്നൊരു മാറ്റമുള്ളൂ. ഹല്ലേലൂയ. നോക്കിക്കേ, ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ മോശ കൊടുക്കുന്നത് 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 10:18 ഒന്ന് വന്നാട്ടെ. അവിടെ എന്താ പറയുന്നത്? 10:18. സ്തോത്രം. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. കണ്ടോ? പുരാതന കാലത്ത് വസ്ത്രങ്ങൾ പണയം വയ്ക്കുമായിരുന്നു, കാളയെ പണയം വയ്ക്കുമായിരുന്നു. പുരാതന സമയങ്ങളിൽ നല്ല വസ്ത്രങ്ങളെ കൊണ്ട് പണയം വയ്ക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, 500 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് പകരം വസ്ത്രങ്ങളോ വിലപിടിപ്പുള്ള കാളയോ അല്ലെങ്കിൽ ഒട്ടകമോ അങ്ങനെ തുടങ്ങിയ ആടോ ഇതെല്ലാം അതിന് പകരം എടുത്തുകൊണ്ട് പോകും. ആ പൈസ കൊടുത്ത ശേഷമേ അത് തിരിച്ചു കൊടുക്കത്തുള്ളൂ. എന്നാൽ 2 രാജ 4-ാം അധ്യായത്തിൽ പറയുന്നു, തലമുറയെ പിടിച്ചുകൊണ്ട് പോകും. എന്തിനാ? അടിമവേല ചെയ്യാൻ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ തലമുറയെ കൊണ്ടുപോയി കൊടുക്കേണ്ട പൈസയ്ക്ക് അവനെ അടിമ വേല ചെയ്യിച്ച് ആ പൈസ മുതലാകുന്നത് വരെ അവന് അടിമയായിരിക്കണം. എന്നാൽ ഇവിടെ ആരൊക്കെയോ അടിമയായിരിക്കുന്നു. അടിമത്തത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരുത്തൻ നീ കിടക്കുന്നിടത്ത് ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി നീ കിടക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പട്ടുമെത്ത കണ്ട് ഇറങ്ങി വരുന്നവനല്ല. നീ എവിടെ കിടന്നാലും അവിടെ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്ന എൻ്റെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പറയുന്നു, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന നാഴിക വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന നാഴിക വിദൂരമല്ല. എന്നും നിന്നെ കഷ്ടതയിൽ കൂടെ കയറ്റി ഇറക്കുന്ന ദൈവമല്ല. സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സെക്കറിയാവിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എന്താ വായിച്ചത്? 7:10.
അടുത്തൊരാൾ വായിക്കണം, സങ്കീർത്തനം 68:5. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്നെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും വരുത്. കണ്ടോ? അനാഥയ, എനിക്കാരുമില്ല, അവനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നവനെ സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുന്ന സമയമായി. വിധവയെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവള് പാർക്കുന്ന വീടിന്റെ കതവിനെ പൊളിക്കാൻ നിൽക്കുന്ന പൈശാചിക കോട്ടകളെ തകർക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്ന നാഴിക വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ തലയിൽ ഇടിത്തി വീഴട്ടെ, അല്ലെങ്കിൽ ഇടി വെട്ടിക്കട്ടെ. അങ്ങനെ ഒരു വചനമുണ്ടോ? വചനമുണ്ടോ? ഉണ്ടോ? അന്ന് പിതാക്കന്മാർക്കൊന്നും അങ്ങനെ അറിയത്തില്ല, കേട്ട് കേട്ട് കേട്ടുള്ള. പക്ഷെ ഒരു വചനം കിടപ്പുണ്ട്, സത്യമാണ്. അന്ന് അവരെ തലയിൽ ഇടിവിട്ടി വീഴുന്നില്ലെങ്കിലും അവരുടെ വീട്ടിന്റെ മുറ്റത്ത് തെങ്ങിന്റെ മേഖല ഇടിവിട്ട് വീഴും അല്ലേ? 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം, 1 ശമൂവേൽ പ്രവാചന പുസ്തകം 2-ാമത്തെ അധ്യായം, 1 ശമൂവേൽ പ്രവാചന പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചേ. യഹോവയെ എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ഇന്ന് രാത്രി ആ വാക്യം നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ചോളണം. ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ച വ്യക്തിയുടെ നേരെ നിൽക്കുന്നവനെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന രാത്രിയാ. വായിച്ച് കംപ്ലീറ്റ് കർത്താസിയെ. അവൻ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. ഇന്ന് രാത്രി യഹോവയെ എതിർത്ത് നിൽക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്തു നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്ന ദൈവം. അപ്പോ എല്ലാവരും പറയും, അല്ലയോ വിലാസിനി, നിന്റെ നാക്ക് കരുനാക്കാണോ? എന്താ? ഇടി വീഴുന്നു അവിടെ തെങ്ങിന്റെ മണ്ടയ്ക്ക്. തെങ്ങ് 2ആയി പിളർന്നു പോയി. ആ തെങ്ങിനോട് ബന്ധിച്ച തൊഴുത്തിനകത്തുനിന്ന പശുവും കരിഞ്ഞു പോയി. നിന്റെ വാക്കെന്നാൽ ഭയങ്കരം തന്നെ വിലാസിനി. ഇല്ല അമ്മാമേ, അങ്ങനെ അല്ല, എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ നാക്ക് നോക്കിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാക്കിന്റെ കുഴപ്പമല്ല, വചനത്തിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച നമ്മളെ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്തോത്രം. എന്നോടൊരു മാതാവ് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോൻ എപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്തും വിവിധ ആപ്പിനകത്തും ഒക്കെ ആയിരിക്കുന്നത്. ആ മാതാവിനകത്തുണ്ടോ? ഉണ്ട്, പേര് പറയുന്നില്ല. സ്തോത്രം. എന്നാ കേക്ക്, ഏറെ നിമിഷം പോയില്ല, ആപ്പ് തനിയെ പോയി. ഇപ്പൊ ഒരു ആപ്പും കിട്ടുന്നില്ല. സ്തോത്രം പറഞ്ഞോ. നീ കൈമാറുന്നത് ആരെടുത്തെന്നറിയാമോ? യേശുവിനെ ആരാധിക്കുന്നവന്റെ കയ്യിൽ നീ കൈമാറിയാൽ, നിന്റെ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ, ദൈവഹിതമില്ലാത്ത ഏത് ആപ്പിനകത്തവൻ കുടുങ്ങിയാലും ആ പവൻ പോലും വിചാരിക്കാത്ത തലത്തിൽ കൂടെ പ്രായവ്യത്യാസമില്ലാതെ ദൈവം തന്നെ തുടച്ചു മാറ്റിക്കളയത്തക്ക തലത്തിൽ തമ്പുരാൻ ചെയ്യും. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ദൈവദാസിയല്ലേ പറഞ്ഞത് എൻ്റെ മോൻ എപ്പോഴും ആപ്ലിക്കേഷനകത്തുനിന്ന്. ഞാനങ്ങ് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ പാവത്തിൻ്റെ 2 തലമുറകളെ നീ സൂക്ഷിക്കണം. ഉദരഫലം കർത്താവിൻ്റെ പ്രതിഫലം ഒന്നല്ലേ? ഒരാപ്പിന് പകരം എല്ലാ ആപ്പും പോയി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി അത് ഓൺ ചെയ്യുമ്പോൾ മിന്നി നിൽക്കുക.
പണ്ടത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് റോട്ടിലെ വിളക്കുകൾ മിന്നിയും കത്തും നിൽക്കും പോലെ ഇന്ന് രാത്രി ആപ്പിൽ കുടുങ്ങിയിരിക്കുന്ന പലതും ഇതിനകത്തിരിപ്പുണ്ട്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് വേണ്ടാത്തത് ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് മാത്രമല്ല, പഠിക്കുന്നവനെയും ദൈവം അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമെന്ന് രാത്രി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ വായിച്ചത്? ഞാൻ അനാഥയാ, ആരുമില്ലപ്പ. കാരണം എൻ്റെ ജീവനും എൻ്റെ രക്തവും എൻ്റെ ലൈഫും എല്ലാം നിന്റെ കാഴ്ചപ്പടി ഞാൻ വയ്ക്കുകയാ. പക്ഷെ എന്നെ ഇവിടെ നിന്നെടുത്ത കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ എവിടെയെല്ലാം ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഓൺ ദ സ്പോട്ടിൽ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. പറയാൻ പറ്റുമോ ഇതിനകത്ത് നെഞ്ചിൽ കൈവച്ച്? എവിടെയൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയുമോ അവിടെ എനിക്കും നിനക്കും വേണ്ടി ഒരുത്തൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. രാജസിംഹാസനം വെടിഞ്ഞ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താണഭൂമിയിൽ മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങി വന്ന് തൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സ്തോത്രം ഇറങ്ങി വന്ന് തൻ്റെ മനുഷ്യന് വേണ്ടി വാദിച്ചെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിനക്കും എനിക്കും വേണ്ടി വാദിപ്പാൻ ഒരുത്തൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്ന നേരത്തെ പറഞ്ഞ വാക്യം നമ്മൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 68 അതിന്റെ 5-ാമത്തെ വാക്യം എടുത്തെങ്കിൽ വായിച്ചോളൂ. ദൈവം തന്നെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അനാഥമാർക്ക് അവൻ ആരെന്നറിയാമോ? ആരാ? പിതാവ്. ഹല്ലേലൂയ. അവൻ അനാഥമാർക്ക് പിതാവും. അടുത്ത വാക്യം വായിച്ചേ. 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ചു സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മറന്നു പോകരുത്. നിന്റെ ചുറ്റുപാടും ചിലപ്പോൾ അനേക വിധവമാരുണ്ടായിരിക്കാം. പക്ഷെ അവരെ പോലെയല്ല നിന്നെ കണ്ടിരിക്കുന്ന തമ്പുരാൻ. നിന്റെ ചുറ്റുപാടും അനേക ആരുമില്ലാത്തവരുണ്ടായിരിക്കാം. അവരെ പോലെയല്ല നിന്നെ കണ്ടിരിക്കുന്ന. അവരിൽ നീയുമായി കമ്പയർ ചെയ്യരുത്. ഒരു അഭിഷക്ത ദൈവപൈതൽ അപ്പുറത്തിരിക്കുന്ന വീടും നീയുമായി കമ്പയർ ചെയ്യരുത്. വിളി ഒന്നല്ല എന്ന് രാത്രി മറന്നു പോകരുത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥമാർക്കും പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അപ്പൊ നിന്റെ പിതാവ് ആരാ? നിന്റെ ദൈവം. ഇന്ന് രാത്രി നിന്റെ പിതാവ് ദൈവമാ. രാവിലെ എഴുച്ച് മുഴങ്കാലി ഇരുന്നു കൊണ്ട് സമയം നോക്കി പ്രാർത്ഥിക്കാതെ അങ്ങോട്ട് ഇരിക്കുന്ന മുമ്പില് മൊബൈലും എടുത്തങ്ങോട്ട് വച്ചിട്ട് ഇരിക്ക്. 5 മിനിറ്റ് ആവുമ്പോൾ നിർത്താതെ ഇരിക്കുന്നേ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൂടി ഇരിക്കുക പ്രാർത്ഥിക്കാൻ. നിന്റെ പിതാവ് നിന്റെ അടുത്തിറങ്ങിയിരിക്കും. ആമേൻ. ഇപ്പൊ ക്രിസ്മസിന് മാവേലി സ്റ്റോറിൽ സ്തോത്രം എണ്ണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാതെ കണ്ണും തിരികി പല്ല് പോലും തേക്കാതെ കിട്ടുന്ന സാരി എടുത്ത് ഉടുത്തുകൊണ്ട് കന്നാസുമായി പോയി ക്യൂ നിൽക്കുന്നവരെ കൈവെക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. തമ്പുരാന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആരെ പാദപീഠത്തില? സ്വർഗത്തിലെ ദൈവമാകുന്ന നിന്റെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. ആവർത്തന പുസ്തകം 24-ന്റെ 17-ാമത്തെ വാക്യം. സ്തോത്രം. 24-ന്റെ 17. സ്തോത്രം. ആവർത്തന പുസ്തകം 24-ന്റെ 17 പറയുന്നു, പരദേശിയുടെയും അനാഥയെയും ന്യായം മറിച്ചു കളയരുത്.
വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രം പണയം വാങ്ങുമെന്ന്. വചനം അങ്ങനെയല്ലേ നമ്മെ പഠിപ്പിച്ചേ? വസ്ത്രം പണയം വാങ്ങുന്നത് അല്ലേ? വസ്ത്രം പണയം വാങ്ങുന്നത്. ആ വാക്യം കണ്ടോ? പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ച് കളയരുത്. ഇന്ന് അങ്ങനെയല്ലേ? മുഖം നോക്കിയല്ലേ ന്യായം വിധിക്കുന്നേ? നമ്മൾ പോകുന്നതിന്റെ പിന്നാലെ വിളിച്ചു പറയാൻ ആളുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയി നിൽക്കണ്ട, മുനിസിപ്പാലിറ്റി പോയി നിൽക്കണ്ട, പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയാൻ ആളുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കണ്ട. ചെല്ലും മുമ്പേ കസേരയിട്ട് തരും. ഇല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ പറയും. ആ വെളിയിൽ ഞാൻ വിളിക്കാം, രാത്രി വരെയും കുത്തിയിരിക്കും. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിനക്കു വേണ്ടി ആമേ സ്തോത്രം ന്യായം പാലിക്കുന്ന ഒരു പിതാവ് ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വൈദ്യനും ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് കണ്ടുപിടിക്കാൻ കഴിയാത്തതും ആമേൻ അവനെ കൊണ്ട് കഴിയാത്തതുമായ അഗോചരമായ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്കും എനിക്കും വേണ്ടി കർത്താവ് ചെയ്യുന്ന നാഴിക വിദൂരമല്ല. അവൻ പണ്ടികശാല നിനക്ക് വേണ്ടി തുറന്നിട്ട് തരും. നിന്റെ ഭാഷയിൽ നിനക്ക് പഠിക്കുവാൻ, നിന്റെ ഭാഷയിൽ നിനക്ക് മനസ്സിലാക്കി തരുവാൻ ഒരു പണ്ടികശാല തമ്പുരാൻ നിനക്ക് വേണ്ടി തുറന്നിട്ട് തരുമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എൻ്റെ കൂടെ എത്ര പേർ ആമേൻ പറയും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്ന് രാത്രി നീ ഇരിക്കുന്ന പട്ടണത്തിൽ ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ എത്ര പേരെന്റെ കൂടെ ആമേൻ പറയും? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അനാഥൻ എന്ന് പറയുമ്പോൾ, ഞാൻ അനാഥ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ന്യായം പാലിക്കാൻ ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രി ആമേൻ പറയുന്നവരോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ആമേ സ്തോത്രം മനോഹര വസ്തുക്കളെ പണയമെടുത്തുകൊണ്ട് പോയിട്ട് അതിനെ പിന്നാമ്പുറത്ത് പോലും കാണിക്കാതെ കൊണ്ട് ആമേ സ്തോത്രം വിറ്റ് പൈസയാക്കിയവർ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി ന്യായം പാലിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയുണ്ട്. ആരാ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്? ആരാ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്? ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ ആമേ സ്തോത്രം ആമേ പിടിച്ച് നിർത്തി അനുഗ്രഹിക്കുന്ന, കണ്ടുപിടിച്ച് അവനെ ആമേ സ്തോത്രം തേടിയെത്തി പിടിച്ചു നിർത്തി അവന്റെ തലയില് അഭിഷേക തൈലം ഒഴിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇല്ല, ദൈവം നിനക്കും എനിക്കും വേണ്ടി ചെയ്യാൻ അവർ സർവശക്തനായ ദൈവം തന്നെയാണ്. വായിക്കാമോ? അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും ഒരാളിന് വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 22, 21, 22. സ്തോത്രം. ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. വിധവയായും അനാഥരായും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. എവിടെ ആയിരുന്നു? പരദേശി എന്ത് ചെയ്യരുത്? പീഡിപ്പിക്കരുത്. ഈ മനുഷ്യൻ അവിടെ കിടന്ന് 38 വർഷവും പീഡ അനുഭവിച്ചു കേട്ടോ. ഏറ്റവും കൂടുതൽ അവൻ കരഞ്ഞു. കാരണം അവനെ അറിയാമെന്നുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മനുഷ്യനെടുത്ത് ജസ്റ്റ് ഒന്ന് കുളത്തിനകത്തേക്ക് ഒന്ന് ഇറക്കാൻ ഈ പറയുന്നവരാരുമില്ലായിരുന്നു. താൻ 38 വർഷം അവിടെ കിടന്നപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവനിൽ കൂടെ അവൻ അവിടെ ചെയ്തു. പക്ഷേ അവന് കിട്ടിയ നന്മയെല്ലാം കൊണ്ടുപോകുവാൻ ഒത്തിരി പേര് അവിടെ കടന്നു വന്നുവെങ്കിലും യവന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ യവനെ ഒന്ന് സൗഖ്യമാക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനും അവിടെ ഇറങ്ങി വന്നിട്ടില്ല. സ്തോത്രം. അതിന് 8-ാമത്തെ വാക്യം വായിക്കാമോ? കുറുവാക്യത്തിലേക്ക് വരുമ്പോ 5:8. നിന്റെ യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഓക്കെ, യേശു അടുത്ത് ചെന്നിട്ട് പറയുക,
എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. 9 വാക്യം പറഞ്ഞു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. നിങ്ങൾ 10ാമത്തെ വാക്യം അടിവരയിട്ട് സൂക്ഷിക്കണം. അവിടെ എണീറ്റു ഒരു കൂട്ടം പേര്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, നിനക്കൊരു നന്മ വന്നപ്പോൾ, നീയൊന്ന് കാലൂന്നി എണീറ്റപ്പോൾ, ആമേൻ, ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത പലതും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അല്ലേ ഓമന സിസ്റ്ററെ? ഇതുവരെ ഇല്ലാത്തത് പലതും ജീവിതത്തിൽ കയറി വന്നു. ഹല്ലേലൂയ. ഇതുവരെ വെളിപ്പെടാത്ത പലതും കയറി വന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്നേക്കൊരു 15 വർഷം ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച കർത്തദാസിയെ, ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാൾ പോലും ഇല്ലായിരുന്നു കണ്ണുനീർ തുടയ്ക്കാൻ. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ കണ്ണുനീരിനെ മാറ്റി സന്തോഷം ഉടുപ്പിച്ചപ്പോൾ തേടി വരികയാ. തേടി അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നറിയുമ്പോൾ തേടി വരും. കാരണമുണ്ട് കേട്ടോ. ആമേൻ. നാളെ നിന്നിൽ കൂടെ ഒരു ആദായമുണ്ട് എന്ന് മനസ്സിലാക്കി ചിലരൊക്കെ ഓടി അണയും. സൂക്ഷിച്ചോ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ കുടുംബത്തിൽ ചെയ്യാൻ പോകുകയാ. വായിച്ചേ, അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചേ. ആമേൻ. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആമേൻ. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ച് അവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുത്ത് ആമേൻ, സ്തോത്രം, ആമേൻ, നടക്ക എന്ന് പറഞ്ഞ വിഹിതമല്ല. നീ അത് പറഞ്ഞത് ശരിയല്ല. കണ്ടോ, എഴിച്ചത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല കേട്ടോ, കുടുംബത്തിനകത്തുനിന്ന് തന്നെ ആൾ എണീറ്റു. ഇന്ന് രാത്രി മറന്നു പോകരുത്, അപ്പുറത്തുനിന്ന വ്യക്തിയല്ല അവിടെ എണീറ്റ് നിൽക്കുന്നത്. ആ 10ാമത്തെ വാക്യവും 11ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. 10ഉം 11ഉം ഒന്ന് വായിച്ചേ. ആ, സ്തോത്രം. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ഇപ്പൊ ചോദിച്ചത് കണ്ടോ? എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്കാൻ. അവനെ വിട്ടില്ല. അദ്ദേഹം ശരിക്കും പഠിക്കുമ്പോൾ അവന്റെ പിന്നാലെ തുടർന്നു. ഇതെവിടെ നിന്ന് വന്ന അനുഗ്രഹമാ? ഈ സൗന്ദര്യം എവിടെ നിന്ന് വന്നതാ? നിനക്കെന്താ ഇത്ര ആരോഗ്യം? നിനക്കെന്താ ഇത്ര വാചാതുര്യം? ഇന്നലെ വരെ നീ ആരുടെ മിണ്ടത്തില്ലായിരുന്നല്ലോ, ഇന്നെന്താ നിനക്കൊരു പവറ്? പോടാ പിശാചേ, ഇത് നിന്റെ അപ്പനല്ല എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ്റെ രക്തമാണടാ എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നും കർത്താവിൻ്റെ ശക്തിയിൽ നിൽക്കുന്നത്. ശത്രു ഇന്ന് പകൽക്കാലം തല താഴ്ത്തി നിന്റെ മുമ്പിൽ പല്ലുകടിച്ച് ഉരുകുന്ന ദിനങ്ങൾ ആമേൻ ആസന്നമായിട്ടുണ്ട്. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ പറഞ്ഞത് മനസ്സിലായോ? കുറുവാക്യത്തിലേക്ക് വരുമ്പോഴും ആമേൻ, ഇങ്ങോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആമേൻ, സ്തോത്രം, അതിനകത്ത് ആമേൻ ഓരോ അധ്യായത്തിനകത്തും പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യത്തിനകത്തും ഈ 5ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആമേൻ, രോഗിക്ക് പറയാൻ കഴിയും, എനിക്കാരുമില്ല എന്ന് ഞാൻ സമർപ്പിച്ചപ്പോൾ എന്നെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞ ഒരുത്തൻ എൻ്റെ അടുത്തിറങ്ങി വന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവം പറയുന്നു, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ 2024 കഴിയും മുൻപേ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറപ്പാട് 22 എന്താ വായിച്ചത്? പുറപ്പാടിന്റെ പുസ്തകം 22ാമത്തെ അധ്യായത്തിന്റെ 22ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 22ന്റെ 22. ആ, 22ന്റെ 22 വായിച്ചേ. വിധവയായും അനാഥനായും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും, വായിച്ചോളൂ, അവരെ വല്ല പ്രകാരത്തിൽ ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. സ്തോത്രം. ആരെങ്കിലും അവരെ ക്ലേശിപ്പിച്ചാൽ, എനിക്കാരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന
അനാഥമാരെയും വിധവമാരെയും ക്ലേശിപ്പിച്ചാൽ ഞാൻ അവരെ നിലവിളി പെട്ടെന്ന് കേൾക്കും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. പെട്ടെന്ന് നിനക്ക് മറുപടി തരാൻ ഇന്ന് രാത്രി കർത്താവിന് 10 ചിലർക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കുന്ന ദൈവം. ആമേൻ. ചില മറുപടിയൊക്കെ ദീർഘമാക്കുന്നതിന്റെ കാര്യമുണ്ട് കേട്ടോ. ചിലതൊക്കെ ദീർഘമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിലതിനെയൊക്കെ പ്രാപിച്ച് മുൻപിലോട്ട് വരുമ്പോൾ, ആമേൻ സ്തോത്രം, ചിലത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ട സമയം വരുമ്പോൾ, ആമേൻ ചിലപ്പോഴൊക്കെ നമുക്ക് ആമേൻ പ്രാർത്ഥനയിൽ മുൻപിലോട്ട് വരാൻ കഴിയാത്ത ചില ആമേൻ സമയങ്ങൾ വരും. അപ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ നന്മയുടെ ആമേൻ അടുത്ത് നീ എത്തിക്കഴിഞ്ഞു. നീ നന്മയുടെ അടുത്ത് നീ എത്തിക്കഴിഞ്ഞു. പക്ഷെ നന്മ പ്രാപിക്കാൻ അല്പനിമിഷം നിൽക്കേ നിനക്ക് മുൻപിലോട്ട് കാൽച്ചുവട് വയ്ക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ ബ്ലോക്കായി നിൽക്കുന്ന ചില മേഖല, അതാ ഇവിടെ പരിശുദ്ധാത്മ പറയുന്നത്. ആമേൻ. വിധവയെയും അനാഥയെയും നീ എന്ത് ചെയ്യരുത്? നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. ആമേൻ. ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ പിന്നാലെ നടന്ന് കുത്തുവാക്കുകൾ പറയരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, ആമേൻ, ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആരുമില്ലാത്തവന്റെ പിന്നാലെ നടന്ന് നീ കുത്തി മുറിവേൽപ്പിക്കരുത്. തമ്പുരാൻ പ്രത്യക്ഷത്തിൽ മറുപടി കൊടുക്കും. കണ്ടോ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം കണ്ടോ? പ്രത്യക്ഷത്തിൽ. സദൃശ്യാധ്യായങ്ങൾ 23:10 വായിച്ചേ. സദൃശ്യാധ്യായങ്ങൾ 23:10 എന്താ അവിടെ വായിച്ചത്? ആമേൻ. സദൃശ്യാധ്യായങ്ങൾ 23:10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 23:10. അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്. ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു. പണ്ടേയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്. സ്തോത്രം. അതിന്റെ 11 കൂടെ ഒന്ന് വായിക്കരുത് ദാസി. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. ആമേൻ. എത്ര ബലശാലി ശത്രു ആയിരുന്നാലും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്താൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില സമയങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമ്മൾ സ്റ്റക്കായി പോവും. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ പ്രതികാരകൻ ശക്തനാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. കണ്ടോ, പണ്ടേ ഉള്ള അതിർ എന്ത് ചെയ്യരുത്? നീക്കരുത്. ആമേൻ. അനാഥന്മാരുടെ നിലം അതിക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതിര് മാന്തരുത്. പണ്ടൊക്കെ അതിരുകല്ലൊക്കെ നടക്കും രാത്രിയാവുമ്പോൾ. ഇപ്പോഴത് കേൾക്കാനില്ല. അതിരുകല്ല് നടന്നു പോകും. രാത്രിയാകുമ്പോൾ അതിരുകല്ല് നടന്ന് 2 സെന്റ് ഉള്ളവന് 10 സെന്റ്, 10 സെന്റ് ഉള്ളവന് 20 സെന്റ്. രാത്രിയാകുമ്പോൾ നടക്കും. അതിന് കണ്ണ് കാണാം. രാത്രി കല്ല് നടന്നു പോകും. സ്തോത്രം. പെട്ടെന്ന് റീസർവ് വയ്ക്കണം കേട്ടോ. കല്ലുകൾ നടക്കുന്നുണ്ട് എവിടെയൊക്കെയോ. ഒരു റീസർവ് വെച്ച് കഴിഞ്ഞാൽ നടന്ന കല്ല് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ നടന്നു വെക്കൊണ്ടിരിക്കുക. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നത്, ചിലതൊക്കെ ദൈവാത്മാവിൽ വിനയപ്പെട്ട് കർത്താവ് പറയുന്ന കാര്യത്തിൽ നമ്മൾ നിൽക്കുമെങ്കിൽ ഈ വർഷം കഴിയാൻ ചില മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പരിശുദ്ധാത്മ പറയുന്നു, ചിലത് ബ്ലോക്കാക്കി വച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി റീ ഓപ്പൺ ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. നമ്മൾ ആ ശക്തന്റെ കരത്തിലല്ല പിടിച്ചിരിക്കുന്നത്, ശക്തന്റെ കരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അശക്തന്റെ കരത്തിൽ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഇത് നടക്കത്തില്ല. പക്ഷെ നാം പിടിച്ചിരിക്കുന്ന കരം ആമേൻ ശക്തനായ ദൈവത്തിന്റെ കരത്തിലാ. അങ്ങനെയെങ്കിൽ പറ, ദൈവമേ എനിക്ക് വേണ്ടി വ്യവഹാരം നടത്തുവാൻ നീ അല്ലാതെ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, സങ്കീർത്തനങ്ങൾ 68 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
അവിടെ എന്താണ് സങ്കീർത്തന പ്രമാണി പറഞ്ഞിരിക്കുന്നത്? 6-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 68:6. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. കണ്ടോ, നേരത്തെ വായിച്ച വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. നീ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ പലരും നമ്മെ വിട്ടു പോകും. പെറ്റ തള്ള വരെ ചിലപ്പോൾ നിനക്ക് ശത്രുവായി തീരും. ജന്മം തന്ന അപ്പൻ വരെ നിനക്ക് ശത്രുവായി തീരും. നിനക്ക് ശേഷവും നിനക്ക് പിൻപിലും വന്ന സഹോദരന്മാർ നിനക്ക് നേരെ കുതികാൽ ഉയർത്തും. പക്ഷെ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് അന്ത്യത്തോളം നടത്തേണ്ടതാണ്. നിന്നിൽ പകർന്ന അഭിഷേക തൈലം. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ കുടുംബത്തിനകത്ത് പാർക്കത്തക്ക തരത്തിൽ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ഇവിടെ വായിക്കുന്നത് അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ഈ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? നോക്കിക്കേ, ഞാൻ പറയട്ടെ. ഇവിടെ പറഞ്ഞ് രോഗി പറയുക, എനിക്ക് ആരുമില്ല യജമാനെ. ഈ മുൻപേ ഇറങ്ങിയ രോഗികളുടെ അടുത്തൊന്നും യേശു വന്നിട്ടില്ല. അവിടെ ദൂതന കുളക്കലയ്ക്ക് അവിടെ ഇറങ്ങിച്ചെന്നതാ. ഇന്ന് രാത്രി നിനക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തെങ്കിലും നിന്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ, അതാണ് ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് സ്വമത എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ അടുത്ത് യേശു കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. കണ്ടോ, അവിടെ 2 തലത്തിലേക്ക് ആ ദൂത് മാറുക. വായിക്കാം 2:17. നീ ഇന്ന് ആർ എന്ന മോവാബ് ദേശത്തു കൂടി കടപ്പാൻ പോകുന്നു. അമ്മോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. സ്തോത്രം. 1:17 വായിച്ചേ. ആവർത്തനം 1:17. ന്യായവിസ്താരത്തിന് മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ തീർത്തു തരും. ഇന്ന് രാത്രി എന്തെങ്കിലും അധികം പ്രയാസത്തോടെ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ദൈവം പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? പാസ്റ്റേ, എനിക്കുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത് സാമ്പത്തികമാണ്. പാസ്റ്റർ, എനിക്ക് ഇന്ന കാര്യം നടന്നേ പറ്റൂ. ഈ പ്രയാസമാണ്. ഇപ്പൊ തുറക്കണം വഴി, ഉറപ്പായി തുറക്കും, ഉറപ്പായിട്ട്. പക്ഷെ ഒരു വാക്ക് പറയണം, കർത്താവേ ഞാൻ അനാഥന. ഉറപ്പായിട്ട് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ 2024 കഴിയും മുമ്പേ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. കണ്ടോ, 38 വർഷമായി കിടക്കുന്നവൻ ഒറ്റ പിടി എന്നെ ഒന്നും അങ്ങോട്ടാക്കാമോ? അവന് മുമ്പേ കഴിഞ്ഞ ദിവസം ഓടിയ ഒരുത്തനെ വിളിച്ചിടാ, നീ ഇന്നലെ ഈ ഇഴഞ്ഞെഴിഞ്ഞെൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ഒരു പ്ലേറ്റിൽ ആഹാരം കഴിച്ചതല്ലേ, പക്ഷെ നീ എൻ്റെ അടുത്തിരുന്നിട്ട് നീ എന്നെയും കൂടെ കൂട്ടിയില്ലല്ലോ, ആ കയ്യെങ്കിലും കൂടെ പിടിച്ചിരുന്നേ ഒരുമിച്ച് ചാടാറുന്നല്ലോ. അതിന് പോലും അവൻ തയ്യാറായില്ല. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിന്റെ വാക്ക് എൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഒന്ന് കണ്ണീരോടെ വരുമെങ്കിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ഈ രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വചനം തന്നെ നോക്കിയേ, ന്യായവിസ്താരത്തിൽ ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അത് ഞാൻ തീർക്കും. ഉറപ്പായിട്ടും ഇന്ന് രാത്രി ചിലരുടെ വിഷയങ്ങൾ ദൈവം തീർപ്പ് കൽപ്പിക്കുക. ചില വിഷയങ്ങൾ ഇന്ന് രാത്രി തീർപ്പ് കൽപ്പിക്കാൻ പോയാ.
നിന്റെ എന്ത് വിഷയമാ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതിരിക്കുന്നേ? ഈ രാത്രി തീർപ്പ് കൽപ്പിക്കാൻ പോകുകയാ. ആമേൻ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഊവ ഊവെന്നും ഇല്ല ഇല്ലെന്നും മാത്രമാണ്. ഊവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഇന്ന് രാത്രി ചിലരുടെ കുടുംബത്തിനകത്ത് അത് നിറവേറി കാണാൻ പോകുകയാ. സ്തോത്രം പറ. ഹല്ലേലൂയ. പലരും നമ്മെ ഇട്ടേച്ച് പോകും കേട്ടോ. പക്ഷെ ഇട്ടേച്ച് പോകാത്ത ഒന്ന് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കുടുംബത്തെ നോക്കി, കുടുംബങ്ങളെ നോക്കി ദൈവാത്മ പറയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മുടക്കം അല്ലെങ്കിൽ അതിനകത്തൊരു തടസ്സമായി നിൽക്കുന്ന ചില വേലിക്കെട്ടുകളുണ്ട്. പക്ഷെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചുകൂടെ ഇന്ന് രാത്രി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു സ്വർഗം നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അതാ ഇവിടെ പറയുന്നത്, ആ കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അത് ഞാൻ തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സാമ്പത്തികം തരത്തില്ല എന്നല്ല കേട്ടോ, ഉറപ്പായിട്ടും തരും. ഹല്ലേലൂയ. അവൻ നമ്മെ നടത്തും, അവൻ നമ്മെ നയിക്കും, അവൻ അതിൻ്റെതായ നിലയിലുള്ള കണക്ഷനുകളൊക്കെ ദൈവം നിനക്ക് തരും. ചില മേടുകൾ നിനക്ക് വേണ്ടി തുറന്നിട്ട് തരും. ഹല്ലേലൂയ. കർത്താവ് സാമ്പത്തികപരമായി സഹായിച്ച ഒരു മനുഷ്യനുണ്ട് വേദപുസ്തകത്തിൽ. ആരെന്നറിയാമോ? പത്രോസ്. അവനോട് എന്താ പറഞ്ഞേ? നീ ചാക്കുമായിട്ട് കടലിൻ്റെ വരെ പോയിരിക്കാനല്ല പറഞ്ഞത്, നീ ചൂണ്ടലുമായിട്ട് പോയിരിക്കടാ. വചനം എന്ത് പറയുന്നു? നിന്റെ അധ്വാന ഫലം നീ എന്ത് ചെയ്യും? തിന്നും. നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. നീ അനുഗ്രഹം പ്രാപിക്കും. നിന്റെ മക്കൾ എന്ത് ചെയ്യും? മേശയ്ക്ക് ചുറ്റും എന്ത് ചെയ്യും? ഓലുവതയുള്ളവരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനെ പറഞ്ഞയച്ചത് അതിൽ മീന് കിട്ടും. ആ മീന് കൊണ്ടുപോയി നീ അതിനെ അറുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചതുർബ്രഹ്മ പണമിരിക്കും. അത് എടുത്ത് നീ എൻ്റെ കടവും തീർക്കണം, എൻ്റെ കരവും അടയ്ക്കണം, നിന്റെ കരവും അടയ്ക്കണം. സ്തോത്രം പറ. ബാക്കി നീ കഞ്ഞി വെച്ചോ. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരൊക്കെ ദൈവാത്മാവ് തരാൻ പോകും ചില നന്മയുടെ വഴികൾ തമ്പുരാൻ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ആമേൻ ഓപ്പൺ ചെയ്ത് വെക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 24:3 ഇയ്യോബ്. ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു. സ്തോത്രം. ചിലർ എന്ത് ചെയ്യുന്നു? ചിലർ അനാഥരുടെ കഴുതയെ കൊണ്ടുപോകുന്നു. അതെന്താ കൊണ്ടുപോകുന്നത്? അവരത് മാത്രം, അവർക്കുള്ളത് മാത്രം എന്താ അപകരിക്കുന്നത്? ചോദിക്കാനും പറയുന്നു ആരുമില്ലേ? ചോദിക്കാനും പറയുന്നു അവർക്ക് ആരുമില്ലേ? അവരത് മാത്രം വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവർക്കുള്ളത് മാത്രം അവർ മോഹിക്കുന്നു. എന്താ കാര്യം? സ്തോത്രം. ഹല്ലേലൂയ. 22:6 വായിച്ചേ. 22:6 വായിച്ചേ. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവനെ നീ കൊടുത്തില്ല. വായിച്ചോ. വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യൂറ്റക്കാരനോ ദേശം കൈവശമായി, മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറും കൈയായി അയച്ചു, അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. ആ ആലോചനയിലേക്ക് വരികയാ. ഇവിടെ നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. പൈസ കിട്ടിയില്ലെങ്കിൽ വസ്ത്രം, പൈസ കിട്ടിയില്ലെങ്കിൽ മക്കള്, പൈസ കിട്ടിയില്ലെങ്കിൽ കഴുത, പൈസ കിട്ടിയില്ലെങ്കിൽ ആട്, കാള, ഒട്ടകം. ഇന്ന് രാത്രി പിടിക്കപ്പെടരുത്. അതിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായതില്ല. പലപ്പോഴും നമുക്ക് മാത്രം അസാധ്യമെന്ന് കരുതുമ്പോൾ ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, സ്തോത്രം, നിനക്ക് വേണ്ടി പങ്കിട്ട് തരുവാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നു എന്ന് കേൾക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ ശബ്ദം ഈ കാലഘട്ടത്തിൽ കർത്താവിന് ആവശ്യമാണ്. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ചില ഡോക്ടർമാർ പറയും, ഓ ഇനി ഇല്ല പാസ്റ്റർ, ഇതിപ്പോ മരിക്കും. പിന്നെ എങ്കിൽ പിന്നെ കൊള്ളാലോ, ഇത് മരിക്കും പാസ്റ്റർ, തീർന്നു, ഇനി ഇല്ല, ബാക്കിയില്ല, തീർന്നു. എന്റെ കർത്താവ് ആരാ? ഡോക്ടർ സൃഷ്ടിച്ച ദൈവമല്ലേ നമ്മുടെ കർത്താവ്? ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിലെ മരണത്തെയും മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ ദൈവത്തിന് ഇന്ന് രാത്രി നീ ഏൽപ്പിക്കണം, കർത്താവേ ഞാൻ അനാഥന, എനിക്ക് ആരുമില്ല കർത്താവേ എന്ന് പറയാൻ ഇന്ന് രാത്രി താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി സ്വർഗം പറയുന്നു, വഴികൾ തുറക്കാൻ ദൈവം ശക്തൻ. ശബലപരഗതുനി അടബനരാജകൽക്കനാദി ശമ്പൽ കമനപരഗതുനി 24-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ചിലർ അനാഥമാരുടെ കഴുതയെ കൊണ്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പോയിക്കളയുന്നു. ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങും. നമ്മൾ നേരത്തെ ഒരു കുറുവാക്യത്തിലേക്ക്, ഒരു കമ്പിവാചകത്തിൽ വാക്യം പറഞ്ഞു വിട്ടു. വിധവയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, നിന്റെ മക്കളെ നാളെ ഈ സമയത്ത് നിന്റെ 2 തലമുറയെ നീ തരേണ്ട പൈസയ്ക്ക് ഞാൻ പിടിച്ചു കൊണ്ടുപോകും. അപ്പോഴാ കെരീത്ത് തോട് അടഞ്ഞത്. കെരീത്തിനെ കർത്താവ് അടച്ചിട്ട് കാക്കര വരവും നിർത്തി അവിടെ എണീറ്റ് സാറാപത്തിലേക്ക് വിടാൻ പറഞ്ഞു. സാറാപത്തിലെ വിധവയുടെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവൾ 2 വിറക് പറയിക്കൊണ്ടിരിക്കുക. അപ്പോ ഏലിയാവിന് മനസ്സിലായി, വിറകെടുത്തു, അകത്ത് ആഹാരം ഉണ്ടാകും. അവൾ അകത്തേക്ക് പോയി. ഏലിയാവ് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഒരട. അവൾ പറഞ്ഞ കാര്യം ഇതാണ്, നിന്റെ ഭക്തൻ, എൻ്റെ ദാസൻ യഹോ ഭക്തനായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ കടക്കാരൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് നിൽക്കുക. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്തുള്ള അവസ്ഥകൾ കണ്ട് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോകുക. എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ആമേ സ്തോത്ര പുൽക്കൊടിയുടെ പുറത്ത് ആമേ സ്തോത്ര പൊടിമഴ പോലെ പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ആമേൻ ഹല്ലേലൂയ അല്പത്തെ അധികമാക്കുവാൻ സ്വർഗത്തിന് ഇന്ന് രാത്രി കഴിയും. നിനക്ക് ദൈവം ചില ആമേ സ്തോത്ര നന്മകൾ തരുന്നത് അത് അറിയാതെ വന്ന് വീഴുന്നതല്ല, കേട്ടോ. ഹല്ലേലൂയ. മഴ ആകാശത്ത് നിന്ന് അതിൻ്റെതായ തനിമയിൽ നിലത്തോട്ട് വീണെങ്കിൽ ഈ വീടെല്ലാം തകർന്നു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഒരു മഴത്തുള്ളിക്ക് പോലും ഈ വീട്ടിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ശക്തിയിൽ ഒരു മഴത്തുള്ളി ഈ ഭൂമിയിലേക്ക് വന്ന് ഒരു പൊടിമഴ പോലെ ഒരു പുൽക്കൊടിയുടെ പുറത്തേക്ക് ഇത് വീഴുമ്പോൾ അതിനൊന്നും സംഭവിക്കുന്നില്ല. അത് മേൽക്കുമേൽ പുഷ്ടി പ്രാപിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ മഴയെ സൃഷ്ടിച്ച, ഇടിവെട്ടിനെ മിന്നലിനെ സൃഷ്ടിച്ച സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഇന്ന് രാത്രി ആലോചന കൈമാറുന്നു. നിനക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ കാര്യത്തിലേക്ക് കൊണ്ടുപോവാ. പ്രൈസ് ദി ലോർഡ്. ആവർത്തനം 16:19 വായിച്ചേ. ആവർത്തനം 16:19 നിങ്ങൾ എഴുതിയെടുത്തോളണം, കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശബലപരഗതുനി ദബാരകൽക്കനാദി അന്തൽക്കമനപരഗതുനി 16:19. ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. സ്തോത്രം. അവിടെ എന്താ പറഞ്ഞേ? ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്. നമ്മൾ മുഖത്തല്ലേ നോക്കുന്നല്ലേ? മോശ പറഞ്ഞത് നീ മനുഷ്യനെ പേടിക്കരുത്. യോശുവയുടെ അടുത്ത് ദൈവം പറഞ്ഞത് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക.
റെഫറൻസ് അറിയാമോ? യോശുവ 1:5 വാക്യം മുതൽ 9 വാക്യം വരെ വായിക്കുമ്പോ നീ നല്ല ഉറപ്പും ധൈര്യവും, ചെറിയ വിഷയം വരുമ്പോൾ നീ കാല് വിറച്ചു പോകരുത്, നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി. ഇവിടെ പറയുന്നത് മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. ചില സമ്മാനവുമായി ചില വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എലീശ പറഞ്ഞു, നിന്റെ സമ്മാനമൊന്നും എനിക്ക് വേണ്ട, സമ്മാനമൊന്നും എനിക്ക് വേണ്ട. പക്ഷെ സമ്മാനത്തിന്റെ പിറകെ ഒരുത്തൻ കണ്ണുവച്ചിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. സമ്മാനത്തിന്റെ പിറകെ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടും. അയ്യോ എന്തൊരു ഓട്ടം! കിട്ടുന്നത് എടുത്തിട്ടുണ്ട് ഒരു ഓട്ടമുണ്ട് ഗൾഫിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ. എന്തിനാണെന്നറിയാമോ? എന്തിനാ? അവിടുത്തെ ബദാം കഴിക്കാനും ഈന്തപ്പഴം കഴിക്കാനൊക്കെ ഓടുന്ന പണ്ട്. ഇപ്പോൾ ഓട്ടമൊന്നുമില്ല. ഇപ്പോൾ ഗൾഫിൽ നിന്നല്ല, ഇനി എവിടെ നിന്ന് വന്ന് പറഞ്ഞാലും നമ്മൾ അനങ്ങത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ ചെറ്റക്കുടിൽ കിടന്നപ്പോൾ സമ്മാനം തന്നില്ലല്ലോ. ഇപ്പൊ നിനക്ക് ഇത്തിരി ആരോഗ്യമൊക്കെ വന്നപ്പോൾ നിനക്ക് സമ്മാനം കൊണ്ടുവരണം. നീ വാങ്ങരുത്, വേണ്ട. നിന്റെ സമ്മാനം എനിക്ക് വേണ്ട. നിന്റെ എമ്പിരിലെതിരെ സോപ്പ് എനിക്ക് വേണ്ട. എനിക്ക് 501 ബാറ് മതി. നിന്റെ റെക്സോണയുടെ ഓയിൽ എനിക്ക് വേണ്ട. എനിക്ക് പോമോയിൽ ആയാലും മതി, എൻ്റെ ശരീരം പുഷ്ടിയായിരിക്കും. സ്തോത്രം. ഇവിടെ ഉണ്ടോ? എൻ്റെ ദൈവ പൈതലേ, സമ്മാനത്തിന്റെ പിറകെ നീ പോയി. അടുത്ത് നോക്കിയേ, അവിടെ വായിക്കുന്നത്, ജ്ഞാനികളുടെ കണ്ണ് കുരുടായിരിക്കും. കുരുട് എന്ന് പറഞ്ഞാൽ ജ്ഞാനമുണ്ട്, പക്ഷെ കണ്ണില്ല. അടുത്തെന്താ? നീതിമാന്മാരുടെ കാര്യം എന്ത് ചെയ്യും? മറിച്ചു കളയുകയും ചെയ്യുന്നു. ഡിഗ്രി അല്ല ആവശ്യം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിൽക്കുന്നവനെ, ദൈവവൈതലേ, ഇന്ന് രാത്രിയിൽ നിനക്കെല്ലാം ഒരുക്കി വച്ച് നോക്കിയിരിക്കുമ്പോൾ പറയണം, എനിക്ക് വേണ്ട, ഈ സ്വാദുഭോജനം എനിക്ക് വേണ്ട. ഇന്നേക്ക് കുറച്ച് വർഷം മുമ്പ് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാ, പക്ഷെ ഇപ്പോ എനിക്കിതൊന്നും വേണ്ട. ഇതെല്ലാം എൻ്റെ തലമുറ എനിക്ക് കൊണ്ട് തരികയാ. സ്തോത്രം, ആമേൻ. ഇന്ന് രാത്രി പറയാൻ പറ്റൂ, ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റൂ, ദൈവം നിനക്ക് വേണ്ടി തരുന്നതും തുറക്കുന്നതുമായ വൻ കാര്യങ്ങളെ ഇന്ന് രാത്രി ഒന്ന് എണ്ണി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്നവരോട് ദൈവാത്മ പറയുന്നു, നിന്റെ തലമുറയെ ഏത് രാജ്യം കാണില്ല എന്ന് വിധി പറയുമോ അതേ രാജ്യത്തിനപ്പുറത്തിന് തലമുറയെ ഉറപ്പിക്കുമെന്ന് ദൈവാത്മാവ് പ്രസിദ്ധ സിസ്റ്ററോട് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധ കർത്തദാസിയെ പ്രാർത്ഥിച്ചോ, ദൂത് എഴുതിയിട്ടോ. ഹല്ലേലൂയ. തലമുറയെ 2025-26 വച്ച് രാജ്യങ്ങളുടെ അകത്തളങ്ങളിൽ ഞാൻ കൊണ്ട് നിർത്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. സ്തോത്രം. എന്തോ ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് പറയുന്നു. സ്തോത്രം. എവിടെയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അതെ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് നിർത്താൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി അസാധ്യമായതൊന്നുമില്ലെന്ന്. ആമേൻ. ഫെബിനിന് ഏത് രാജ്യത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിലും പ്രാർത്ഥിച്ചോ. ആരെയും സമ്മാനം വാങ്ങണ്ട, അവനെ അയക്കാൻ ദൈവം ശക്തനാ. എൻ്റെ തലമുറയെ 21 വയസ്സ് 20 വയസ്സ് വരെയും വളർത്താൻ ദൈവം തന്നെങ്കിൽ അവനുള്ള വഴി തുറക്കൂല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണ്ട. അവന് വേണ്ടി എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് തമ്പുരാൻ. അത് ഇനി കയ്യിൽ വന്ന് ചേർന്നാൽ മതി. കറക്റ്റ് സമയത്ത് എലിശ വീട്ടിൽ വരും, തമ്പുരാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഇനി ഇല്ല എന്ന് പറഞ്ഞവരുടെ മൂക്കത്ത് വിരൽ വയ്ക്കാൻ ഇടയാക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ട് ലിസി ആൻറ്റി പ്രാർത്ഥിച്ചോ, തമ്പുരാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുക. 2025 ചില രാജ്യങ്ങൾക്കകത്ത് ദൈവം കൊണ്ട് നിർത്തും. പ്രൈസ് ദി ലോർഡ്. ശബനപരകതുനി വൈകിടക രാജകൽക്കനാദി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രാത്രിയിൽ വഴികൾ തുറക്കട്ടെ ജനത്തിനു മുമ്പിൽ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. അല്പനിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. പ്രൈസ് ദി ലോർഡ്.